നമ്മൾ കേൾക്കാൻ പോകുന്നത് ബോൺ അപ്പറ്റൈറ്റ് യുവർ മജസ്റ്റി എന്ന് പറയുന്ന കെ ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയിനും ആ പെൺകുട്ടിയും, നമുക്ക് ആ പെൺകുട്ടീനെ കൂട്ടുകാരി എന്ന് വിളിക്കാം, ഹീറോയിനും കൂട്ടുകാരിയും കൂടെ ആ നദിക്കരയിൽ അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ കുറച്ച് ആൾക്കാർ പന്തവും കത്തിച്ച് അതുവഴി പോയത്. അവരെ കണ്ട ഉടനെ ഹീറോയിൻ നിലവിളിക്കാൻ തുടങ്ങും, നമ്മൾ ഇവിടെ ഉണ്ട് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട്. അവര് സത്യം പറഞ്ഞാൽ പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാരാണ്. എന്തിനായിരിക്കും? പല കാര്യങ്ങൾക്ക് പിടിച്ചോണ്ട് പോകാറുണ്ട്. അതായത് ഭക്ഷണം വേവിക്കാനും അല്ലാത്ത ആവശ്യത്തിനും എല്ലാത്തിനും പിടിച്ചോണ്ടുപോകും. കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ വേറെ കാര്യത്തിനും പിടിച്ചോണ്ടുപോകും. അതുപോലെ തന്നെ ഭംഗി കുറഞ്ഞ പെൺകുട്ടികളെ പാചകത്തിനും അല്ലാത്ത ജോലികൾ ചെയ്യാനും കൊണ്ടുപോകും. ഞാൻ എന്തിനെ പറ്റിയാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് പണ്ടത്തെ കാലമാണ്. അതുവഴി നടന്നു പോയ അവന്മാരെ ഹീറോയിൻ വിളിച്ചു വരുത്തും. ഇവർ ഒളിച്ചിരിക്കാൻ നോക്കുമെങ്കിലും നടക്കത്തില്ല. ഈ രണ്ടുപേരെയും പിടിച്ചോണ്ടുപോയി കൂട്ടിലടയ്ക്കും. മനുഷ്യരെ ഇടാനായിട്ട് ഇവർക്ക് വലിയ കൂടുകളൊക്കെ ഉണ്ട്. ഹീറോയിൻ കിടന്ന് നിലവിളിക്കും ആ കൂടിനകത്ത് കിടന്നിട്ട് തുറന്നു വിടാൻ പറഞ്ഞിട്ട്. ആ കൂടിന്റെ പൂട്ട് കാണുമ്പോൾ, അതുപോലെ തന്നെ അവിടെ കെട്ടിയിട്ടേക്കുന്ന ആൾക്കാരുടെ കയ്യിലെ കയറ് കാണുമ്പോൾ ഹീറോയിന് എന്തൊക്കെയോ തലയിലോട്ട് വരികയാണ്. അതായത് ഇത് പഴയ കാലമാണെന്ന് അവൾക്ക് കുറെ മനസ്സിലായി. കാരണം ഈ പൂട്ടൊക്കെ പഴയ കാലത്തുള്ളതാണ്. അതുപോലെ തന്നെ ആ കയറും. ഹീറോയിൻ തളർന്ന് അവിടെ ഇരുന്ന് പോകും. ഇപ്പൊ കുറച്ചുകൂടെ അവൾ ഉറപ്പിച്ചു പഴയ കാലത്തിലോട്ട് ടൈം ട്രാവൽ ചെയ്ത് വന്നെന്ന്. ഇനി ആ ബുക്ക് കാരണമാണെങ്കിൽ ആ ബുക്ക് കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ തന്നെ ഹീറോയിൻ വീണ്ടും കിടന്ന് നിലവിളിക്കുമ്പോൾ അവിടുത്തെ വേറെ പെണ്ണുങ്ങളുണ്ട്, ഇച്ചിരി പ്രായമായിട്ടുള്ള ആൾക്കാർ. അവര് ഹീറോയിനെ ചീത്ത പറയും. നിനക്ക് മാത്രം എന്താ പ്രത്യേകത, മിണ്ടാതിരിടി പെണ്ണേന്ന്. ഹീറോയിൻ വീണ്ടും കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂ. സാധാരണ അവസ്ഥയിലല്ല, ഇവള് ബാക്കിലോട്ട് ടൈം ട്രാവൽ ചെയ്ത് വന്നേക്കാണ്. എങ്ങനെയും ആ ബുക്ക് പോയി കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്, തുറന്നു വിടണേന്ന്. ഇത് കേട്ട കുറെ ഫടന്മാര് വന്നിട്ട് അവളുടെ വായിൽ മിണ്ടാതിരിക്കാനായിട്ട് ഒരു പലകയുടെ സാധനം വെച്ച് കെട്ടിക്കൊടുക്കും. മറ്റേ പെൺകുട്ടിയുടെ വായിലും വെച്ച് കെട്ടിക്കൊടുക്കും. രണ്ടിനെ അത് കഴിഞ്ഞിട്ട് കൂട്ടിൽ കെട്ടിയിടും. ഈ കെട്ടിയിടുന്ന സമയത്ത് ഹീറോയിൻ ചിന്തിക്കുന്നത് ഇനിയിപ്പം അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നാണ്. അതായത് രാജാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ തീരുമാനമായില്ലേ, രാജാവിനെയല്ലേ കളിപ്പിച്ചത്, അവനെയല്ലേ ചീത്ത പറഞ്ഞത്, അവനെയല്ലേ വലിച്ചോണ്ട് പോയത്, എല്ലാം കൊണ്ട് പ്രശ്നമാവും. പിന്നീട് ഈ പിടിച്ചു വെച്ച പെൺകുട്ടികളെയും അല്ലാത്ത പെണ്ണുങ്ങളെയും എല്ലാരെയും ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരും. ഇവിടെ വെച്ച് ഇവർ രണ്ട് ഗ്രൂപ്പായിട്ട് തിരഞ്ഞെടുക്കും. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ ഒരു ഗ്രൂപ്പാക്കി രാജകൊട്ടാരത്തിലോട്ട് അയക്കും. എന്തിനാണെന്ന് അറിയാമല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ ടേണാണ്. ഹീറോയിനോട് അവളുടെ പ്രായം ചോദിക്കും. അവളുടെ ഒറിജിനൽ പ്രായം പറയും 27 ആണെന്ന്. നിനക്ക് പ്രായം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവളെ പാചകത്തിനായിട്ട് ഹയർ ചെയ്യും. അതായത് അവളെ പാചകത്തിന് പറഞ്ഞു വിടും. പ്രായം കൂടിയ പെൺകുട്ടികളെയൊന്നും രാജാക്കന്മാർക്ക് വേണ്ട. മറ്റേ പെൺകുട്ടിക്കും ഹീറോയിന്റെ കൂടെ പോകണമല്ലോ. ഇവർ രണ്ടുപേരല്ലേ കൂട്ടുകാർ. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി എനിക്ക് 31 വയസ്സുണ്ടെന്ന് പറയും. 31 വയസ്സ് ഇച്ചിരി കൂടുതലല്ലേ എന്ന് ചോദിക്കും. എന്നാൽ പിന്നെ എനിക്ക് 28 പറയുമ്പോൾ ഹീറോയിന്റെ കൂടെ ആ പെൺകുട്ടിയും പറഞ്ഞു വിടും പാചകത്തിനായിട്ട്. അവർക്ക് പ്രായം കുറഞ്ഞ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെയാണ് ആവശ്യം. ഈ സമയം രാജാവും കൂട്ടരും ഹീറോയിനെ തപ്പി ആ നദിക്കരയിൽ വന്നിട്ടുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ ഹീറോയിന്റെ തലയിൽ വെക്കുന്ന ബണ്ണ് കിട്ടും. അവള് തലയിൽ ഒരു വെള്ള കളർ ബണ്ണ് വെച്ചില്ലായിരുന്നു. അത് കഴുകിയപ്പം, അതായത് ഡ്രസ്സൊക്കെ കഴുകി ദേഹമൊക്കെ കഴുകി വൃത്തിയാക്കിയപ്പോൾ ആ ബണ്ണ് ഊരി കളഞ്ഞായിരുന്നു. ആ ബണ്ണ് ഇപ്പൊ രാജാവിന്റെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടികളെ എല്ലാരെയും കൂടെ പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ പിടിച്ചോണ്ട് പോയി കാണുമെന്ന് രാജാവിനും കൂട്ടർക്കും മനസ്സിലാവും. അപ്പൊ അവിടെ പോയി നോക്കിയാൽ പോരെ, ഈ രാജാവിന് എല്ലായിടത്തും അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ കയറി ചെന്നാലും ഹീറോയിനെ കണ്ടുപിടിക്കാൻ പറ്റും. വീണ്ടും ഹീറോയിനെയും കൂട്ടുകാരെയും കാണിക്കുകയാണെങ്കിൽ അവർ ആ പുതിയ സ്ഥലത്തെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ്. ഇവരെ പാചകത്തിനായിട്ട് കൊണ്ടുവന്നതല്ലേ. പാചകത്തിനുള്ള ഓരോ പാത്രങ്ങളും, അതായത് പണ്ടത്തെ പാത്രങ്ങളാണ്. ഇതൊക്കെ കണ്ട് ഹീറോയിൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ അത്ഭുതത്തില് ഇതൊക്കെ എന്താന്ന് പോലും അറിയാതെ, അതിന്റെ ഉപയോഗമൊക്കെ അറിയാം, എന്നാലും ഇത് ആദ്യമായിട്ടല്ലേ കാണുന്ന ആ ഒരു അത്ഭുതം. ഹീറോയിൻ അവിടെ എല്ലാം നടന്നു നോക്കുമ്പോൾ ഓരോ സ്ത്രീകളും ഒരു ബന്ധം ഇല്ലാതെയാണ് പാചകം ചെയ്യുന്നത്. 2-3 സൂപ്പ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത്രയും ആവശ്യമില്ല, ഒരു കോമ്പിനേഷൻ കറക്റ്റ് അല്ല. അന്നേരമായിരിക്കും അങ്ങോട്ട് ഇവരെ പിടിച്ചോണ്ട് വന്ന ഒരു ഫടൻ വരുന്നത്. അതായത് രാജാവിന് താഴെ ഉള്ള ഒരാള്, രാജാവിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാള്, രാജാവിന്റെ അടിമയെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ പട്ടാളക്കാരനല്ല. അങ്ങനെ ഒരാൾ വന്നിട്ട് എല്ലാ സ്ത്രീകളോടും കൂടെ ഇന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, 4 പേരാണ് വരുന്നത്, അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കണമെന്ന്. എന്നാൽ ഇവിടെ സാധനങ്ങളൊക്കെ കുറവാണ്. ഹീറോയിൻ ഇത് ഏറ്റെടുക്കാന്ന് പറയും. അതായത് ഹീറോയിൻ നോക്കിക്കോളാം, പക്ഷെ അവരെങ്ങനത്തെ ആൾക്കാരാണ്, അവരുടെ പ്രായം എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾക്ക് ഇത് അറിയത്തില്ല. ഇയാൾ പറയും, നീ നിന്റെ പണി നോക്കുക വെച്ചേ, ഇതൊക്കെ ഞാൻ പോയി അന്വേഷിക്കണോ, നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ അവർ കൊന്നു കളയും ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ. അപ്പോഴായിരിക്കും ഗവർണറിന്റെ മോൻ വരുന്നത്. ഈ ഗവർണറിന്റെ മോന്റെ താഴെയുള്ള ആളാണ് ഇപ്പൊ ഹീറോയിനോട് സംസാരിച്ചത്. ഹീറോയിൻ പറഞ്ഞ പോയിന്റുകളൊക്കെ കറക്റ്റാന്ന് അങ്ങേർക്കും തോന്നും. കാരണം നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കണ്ടേ, കഴിക്കുന്ന ആൾക്കാരുടെ മനസ്സ് നിറയണം. ഒരിക്കലും കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഭക്ഷണം വേവിക്കുന്നതല്ല, കഴിക്കുന്ന ആൾക്കാരുടെ മനസ്സ് നിറയണം എന്ന് കുറെ വാചകങ്ങളൊക്കെ ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴാണ് മോന് അവൾ പറഞ്ഞത് സത്യമാണ്, എന്നാ പിന്നെ അവൾക്ക് വിട്ടുകൊടുക്കാന്ന് തീരുമാനിച്ചത്. അവളെയും വിളിച്ചോണ്ട് വേറൊരു സ്ഥലത്ത് വരും. ഇവിടെ ആരാണ് വരാൻ പോകുന്നത്, അവരൊക്കെ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എവരെന്ന് വെച്ചാൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള മനുഷ്യരാണ്. ഒരു നാട്ടിൽ പോയി ഭക്ഷണം കഴിക്കും, ആ ഭക്ഷണം കൊള്ളത്തില്ല, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മുടിയെങ്ങാനും കിടക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണമൊക്കെ തട്ടി എറിഞ്ഞു കളയും. അതിന് പകരം, ഈ പ്രശ്നം സംഭവിച്ചതിന് പകരമായിട്ട് അവർക്ക്
ഇവർക്ക് പ്രതിഫലം കൊടുക്കണം, ഗോൾഡോ പൈസയോ എന്തായിരുന്നാലും. ഇനി അത് കൊടുക്കാനില്ലെങ്കിൽ അതിനുള്ള ടോർച്ചർ ഈ ഭക്ഷണം കൊടുത്ത ആൾക്കാർ അനുഭവിക്കേണ്ടി വരും. അത്രയും ക്രൂരമായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. ഇതെല്ലാം രാജാവിന്റെ ആൾക്കാരാണ്, എന്നാലും മോശപ്പെട്ട ആൾക്കാരാണ്. അവരാണ് വരാൻ പോകുന്നത്. 4 പേരുണ്ട്. 4 പേർക്കുള്ള ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ അവരെന്തായാലും കൊന്നു കളയും ഉണ്ടാക്കുന്ന ആൾക്കാരെ. ഇനിയിപ്പം നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹീറോയിനെയും കൂട്ടുകാരെയും പിന്നെ ബാക്കിയുള്ള സ്ത്രീകളെയും വെറുതെ വിടാന്ന് പറയും. ഹീറോയിനും അത് സമ്മതിക്കും. ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ പോവാല്ലോ. അതുകൊണ്ട് തന്നെ അവള് അത് സമ്മതിക്കും. എന്നാ പിന്നെ നമ്മുടെ പ്രോമിസ് മറക്കില്ലെന്ന് പറഞ്ഞിട്ട് അവള് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകും. ഹീറോയിൻ സന്തോഷപ്പെട്ട് ഫുഡ് ഉണ്ടാക്കാൻ വരികയാണ്. അവിടെ തന്നെ കുറെ സ്ത്രീകളും ഉണ്ട്. നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയാൽ എല്ലാരെയും വെറുതെ വിടാന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും ഹീറോയിനെ ഒരു ദൈവമായിട്ട് കാണുകയാണ്. അവളുടെ കൂടെ എല്ലാ പണിക്കും സഹായകരമായിട്ട് നിൽക്കുന്നുണ്ട്. ഹീറോയിനെ ഒരു ലീഡറായിട്ട് അവർ കാണുകയാണ്. ഹീറോയിന്റെ ഈ ടീം വർക്കൊക്കെ ഗവർണറിന്റെ മോനും പിന്നെ അടിയാളും കാണുന്നുണ്ട്. അവരൊരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ഗവർണറിന്റെ ചെറുമോളാണ്. ആ ചെറുമോള് ഈ രാജ്യം വിട്ട് പോകുന്നെന്ന്, അതായത് ഈ സ്ഥലം വിട്ട് വേറെ അങ്ങോട്ടോ പോകണമെന്ന്. ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, വേറെ ആൾക്കാർ പിടിച്ചോണ്ട് പോകും. ഒരു കൊച്ചുകുട്ടിയാണ്, അതുപോലും വക വെക്കാതെയാണ് ഇവന്മാര് പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ കാര്യമാണ് പറയുന്നത്. പിന്നെ ഇവിടെ വരുന്ന കുറെ ആൾക്കാർ വ്യത്യസ്ത ചിന്തയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും കൊള്ളത്തില്ലെന്നായിരിക്കും പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വാ അടപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഫുഡ് ഉണ്ടാക്കണം. ഹീറോയിൻ കുറെ മിശ്രിതങ്ങളൊക്കെ ഒത്തുചേർത്തിട്ട് ബീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫും കുറച്ച് മസാലയും. അത് കഴിക്കുന്ന ആൾക്കാർക്ക് കുറ്റം പറയാൻ പറ്റാതിരിക്കണം. എന്നാലേ ഹീറോയിന് ടീംസിനും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ ഫുൾ പൊട്ടൻഷ്യലും അവൾ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ കൊട്ടാരമാണ് കാണിക്കുന്നത്. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ ഈ പെൺകുട്ടീനെ ഹീറോന്റെ അമ്മയായിട്ട് തെറ്റിദ്ധരിച്ചു. എന്നാൽ അമ്മയല്ല, ഹീറോ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഹീറോയ്ക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം, ഈ പെൺകുട്ടിക്കും താല്പര്യമുണ്ട്. എന്നാൽ ഈ പെൺകുട്ടി അധികാരത്തിന് വേണ്ടിയാണ് അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണറിന്റെ ചെറുമോളെ പിടിച്ചോണ്ട് വരുമെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിക്ക് എന്തോ സന്തോഷം പോലെ, എന്തിനാണോ എന്തോ. എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഈ നേരം നമ്മുടെ ഹീറോയിൻ കുക്കിങ്ങിലാണ്. ഈ ബീഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടിയാണ്, പണ്ടത്തെ ബീഫല്ലേ, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാ രീതിയിൽ ഇതിനെ വേവിക്കാൻ പറ്റത്തില്ല. എന്തോ ഒരു മെത്തേഡ് ഉണ്ട്, ഇവളുടെ അച്ഛൻ ഇവളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മെത്തേഡിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അത് ആദ്യം വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള സ്ത്രീകളോട് പറയുമ്പോൾ അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് കേൾക്കുന്നത്. എന്നാൽ ഹീറോയിൻ നല്ലൊരു കുക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഹീറോയിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇത് വല്ലതും നടക്കുവോ, ഇല്ലെങ്കിൽ നടന്നില്ലെങ്കിൽ എല്ലാവരുടെ തലയും പോകും, എല്ലാവരും മരിച്ചു പോകും, എല്ലാവരെയും കൊന്നു കളയും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെതായ പേടിയുണ്ട്. പിന്നെ കുക്ക് ചെയ്യുന്നതിന്റെ ആ എക്സൈറ്റ്മെന്റും ഉണ്ട്. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഗവർണറിനെ കാണാനായിട്ട് മിനിസ്റ്ററും പിന്നെ മോനും വന്നിട്ടുണ്ട്. ഇവരൊക്കെ രാജാവിന്റെ ആൾക്കാരാണ്. ഇവർക്കാണ് ഫുഡ് കൊടുക്കേണ്ടത്. ഇവർ രണ്ടുപേരേ ഉള്ളൂ കേട്ടോ. മറ്റേ 4 പേരെന്ന് ഉദ്ദേശിച്ചത് ഗവർണറും ഗവർണറിന്റെ മോനും പിന്നെ മിനിസ്റ്ററും മിനിസ്റ്ററിന്റെ മോനും. ഇവരൊക്കെ വലിയ പുള്ളികളാണ്. ഇവരെയും വിളിച്ചുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് വരും. ഭക്ഷണം കഴിക്കണതിന് മുമ്പ് കുറച്ച് പരിപാടികളുണ്ട്. നല്ല പെൺകുട്ടികളെ നോക്കി തിരഞ്ഞെടുക്കണം. അങ്ങനെ കുറച്ച് ഭ്രാന്തന്മാര്. പിന്നെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ കൈ ഇട്ടിട്ടാണ് അതിന്റെ ടെമ്പറേച്ചർ നോക്കുന്നത്. ഈ ബീഫ് കറക്റ്റ് ആയിട്ട് 45 തൊട്ട് 55 ഡിഗ്രി സെൽഷ്യസിൽ വേണം ചൂടാക്കി എടുക്കാൻ. അതുകൊണ്ട് തന്നെ അവളുടെ കൈ ആ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ അതിനകത്ത് തണുത്ത വെള്ളം കോരി ഒഴിക്കുന്നുണ്ട്. ഈ തണുത്ത വെള്ളം എവിടെ നിന്നാ കിട്ടുന്നതെന്നായിരിക്കുമല്ലേ. അതായത് മൺകുടത്തിൽ ഒഴിച്ചു വെച്ചാൽ വെള്ളം തണുക്കും. പഠിച്ചിട്ടുണ്ടോ? അതായത് ചെറിയ സുഷിരം വഴി എയർ അകത്തോട്ട് കയറുന്ന കാര്യം. അങ്ങനെ അത് തണുക്കും. അത് അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല. അത്ര ഫ്രീസറിൽ ഇരിക്കുന്ന തണുപ്പാവത്തില്ലെങ്കിലും ചെറിയ തണുപ്പാവും. അങ്ങനെ ആ കുടം കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് വെള്ളം കോരി ഈ വേവിക്കുന്ന ചൂടുവെള്ളത്തിൽ കോരി ഒഴിക്കും. ഹീറോയിൻ കൈയിട്ട് നോക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ത്രീകളൊക്കെ പറയുന്നുണ്ട് വേണ്ട, അതിനകത്ത് കൈ ഇടണ്ട, കൈ പൊള്ളുമെന്ന്. എന്നാൽ ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ ഫുൾ ഡെഡിക്കേഷൻ യൂസ് ചെയ്യാണ്. ഈ നേരം വീണ്ടും മിനിസ്റ്ററിനെയും മോനെയും കാണിക്കുകയാണെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികളെയൊക്കെ നോക്കും. എന്നാൽ ആരെയും അത്ര ഇഷ്ടപ്പെടുന്നില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ ഗവർണറിന്റെ കൊച്ചുമോളെ തരുമോ എന്ന് ചോദിക്കും. ഇവരൊക്കെ രാജാവിന്റെ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ ഗവർണറും മോനും ഇതിന് നിന്നു കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഗവർണറിനും മോനും ഇത് ഇഷ്ടപ്പെടുന്നില്ല. ചോദിച്ച കാര്യം. ഈ സമയം കൊണ്ട് നമ്മുടെ ഹീറോയിനും ടീംസും ബീഫ് ഉണ്ടാക്കി കഴിഞ്ഞു, വെന്ത് കഴിഞ്ഞു. ഇനി അതിനെ മസാല തേച്ച് റെഡിയാക്കിയാൽ മാത്രം മതി. ഒരു സ്ത്രീ അതെടുത്ത് കഴിച്ചു നോക്കും. അവർ ആദ്യം പറഞ്ഞത് ഇത് വെന്തില്ലെന്നാണ്. എന്നാൽ കഴിച്ചു നോക്കിയ ശേഷം അവരുടെ കിള്ളി പാറുകയാണ്, അത്രയും ടേസ്റ്റാണ്. ഈ നേരം ഗവർണറും ടീംസും മോനും മിനിസ്റ്ററും മോനും എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് ഇനി ഫുഡ് എത്തിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഫുഡ് കൊണ്ടുവരാൻ പറയാണ്. ഈ ഫുഡ് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം കുറച്ച് ബീഫിന്റെ സ്ലൈസ് മാത്രമേ ഉള്ളൂ. അവർക്ക് വേറെ വെറൈറ്റി ആയിട്ട് വേണം. ഇത് കഴിച്ചു പോലും നോക്കാതെ ഈ ഫുഡ് ഞങ്ങൾ കഴിക്കില്ല എന്ന് പറയും. ഇതിന് ടേസ്റ്റ് ഇല്ല, ഇത് കണ്ടാലേ അറിയാം. ഇത്രയും വലിയ ആൾക്കാർ വരുമ്പോൾ ഈ 4 ബീഫിന്റെ പീസാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങും. ആര്? മിനിസ്റ്ററും മോനും. അവർക്ക് ഇച്ചിരി അഹങ്കാരമാണ്. ഗവർണറും മോനും അല്ല, മിനിസ്റ്ററും മോനും. ഹീറോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫുഡ് ഉണ്ടാക്കാന്ന്. എന്നാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുമില്ല, അവർ കഴിച്ചു നോക്കിയതുമില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ എല്ലാരെയും, അതായത് കുക്ക് ചെയ്ത എല്ലാരെയും ഇവിടെ പിടിച്ചോണ്ട് വരാൻ പറയാണ്. കുറെ ഭടന്മാര് പോയിട്ട് ഹീറോയിനെയും ടീംസിനെയും പിടിച്ചോണ്ട് വന്ന് അവിടെ മുട്ടുകുത്തി ഇരുത്തിപ്പിക്കും. ഹീറോയിനെ പിടിച്ചോണ്ട് അവിടെ ഇരുത്തുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ആദ്യം അതൊന്ന് കഴിച്ചു നോക്ക്, പിന്നെ അതിനെപ്പറ്റി അഭിപ്രായം പറയാം. നിങ്ങൾ ലുക്ക് വെച്ച് അതിനെ അങ്ങ് ജഡ്ജ് ചെയ്യാതെ. എന്നാൽ എത്ര ധൈര്യം ഉണ്ടായിട്ട് ഞങ്ങളുടെ മുമ്പിൽ
നീ വാക്കുയർത്തി സംസാരിക്കുമെന്ന് ചോദിക്കും. അതായത് പെൺകുട്ടികൾക്കൊന്നും അവിടെ ശബ്ദം ഉയർത്തി സംസാരിക്കാനുള്ള അധികാരമില്ല. ഈ മണ്ടന്മാർ ഓരോ റൂൾ ഉണ്ടാക്കി വെച്ചിട്ട് അതങ്ങ് നടപ്പാക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പഴയ ആൾക്കാരൊക്കെ മണ്ടന്മാരാണോ ചില റൂൾസ് കേൾക്കുമ്പോൾ. നിങ്ങൾ സൊസൈറ്റിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ കുറെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ചില സമയത്ത് തോന്നുന്നു ഈ സൊസൈറ്റി ഒന്നും വേണ്ടായിരുന്നു, വല്ല കാട്ടിലും പോയി ഒറ്റയ്ക്ക് ജീവിക്കാന്ന്. ഗവർണറിനോട് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയ ഗവർണറിന്റെ മോളെ പിടിച്ചോണ്ട് വരും. ഇവര് വഴിയിലിട്ട് പിടിച്ചതാണ്. ഈ പെൺകുട്ടിയെ രാജാവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് അവരൊരു ഡീലിങ്സ് ഉണ്ടാക്കും. ഈ ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, അതായത് മിനിസ്റ്ററിനും മോനും ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആ പെൺകുട്ടിയെയും ഈ പിടിച്ചു വെച്ചേക്കുന്ന കുക്കുകളെയും വെറുതെ വിടാം. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് രാജാവിന് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കുക്കുകളെല്ലാം കൊല്ലും. മെയിനായിട്ട് ഹീറോയിനെ തല അറുത്ത് കൊന്നുകളയും, ഇല്ലെങ്കിൽ പൊതിരെ തല്ലും. അങ്ങനെ അവരുടെ ഡീലിങ്സ് പ്രകാരം മിനിസ്റ്ററും മോനും അത് കഴിക്കും. അത് കഴിച്ച ശേഷം ഇവന്മാർക്ക് ലോകം തന്നെ കാണാൻ പറ്റുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഭവം കഴിക്കുന്നത്. അത്രയും ടേസ്റ്റ് ആണ്. ഹീറോയിനോട് ചോദിക്കും, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന്. ഇവള് കുറെ കൊഞ്ചും ഉണക്കമീനും മഷ്റൂമും എന്തൊക്കെയോ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മസാല ഉണ്ടാക്കി. ആ മസാലയും ബീഫും മിക്സ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ്. അതായത് ഈ ഏരിയയിലുള്ള എല്ലാ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവന്മാര് കള്ളം പറയും. നമ്മൾ കണ്ടതല്ലേ ഇവന്മാര് കഴിച്ചപ്പോൾ ഇവന്മാരുടെ ബാക്കിൽ പടക്കമൊക്കെ പൊട്ടുന്നത്. ഇവന്മാർ ഏതോ അത്ഭുത ലോകത്ത് പെട്ടുപോയത്. അതായത് ആ ഫുഡിന് അത്രയും ടേസ്റ്റ് ആണ്. എന്നാൽ ഇവന്മാര് കള്ളം പറയും, ഇത് അത്രയും ടേസ്റ്റ് ഇല്ല, സാധാരണ ഒരു ഫുഡാണ്. ഹീറോയിന് മനസ്സിലാവും ഇവന്മാര് കള്ളം പറയുന്നതാണ്, ആ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നതാണെന്ന്. പക്ഷെ ഹീറോയിൻ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പിടിച്ചു വെച്ചേക്കില്ലേ. അങ്ങനെയാണോന്ന് ചോദിച്ചിട്ട് ഗവർണർ ഒരു പീസ് ബീഫ് എടുത്ത് കഴിക്കും. ഗവർണർ കഴിച്ച ഉടനെ ഗവർണറിന്റെ കിളിയും പോവും. അത് അത്രയും ടേസ്റ്റ് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഭവം കഴിക്കുന്നത്. യവന്മാര് കള്ളം പറയുന്നതാന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തിരുന്നൊരു വാളെടുത്ത് യവന്മാരെ വെട്ടാൻ നിൽക്കും. എന്നാൽ ഗവർണറിന്റെ മോൻ സമ്മതിക്കത്തില്ല. വേണ്ടച്ച എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തും. ഈ നേരം മറ്റവന്മാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അതായത് മിനിസ്റ്ററും മോനും അവന്മാര് കളിയാക്കാണ്, വേണ്ടച്ച എന്ന് പറഞ്ഞിട്ട്. യവന്മാര് സമ്മതിച്ചു കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിനെ പിടിച്ചോണ്ട് പോയി കൊല്ലാൻ പോവാണ്. ഹീറോയിനെ കൊല്ലാനായിട്ട് ആജ്ഞാപിച്ചു കഴിഞ്ഞു. ഹീറോയിനെ പിടിച്ചോണ്ട് പോയി കഴുത്തറുത്ത് കൊല്ലാൻ നിൽക്കുമ്പോഴാണ് ഡോറൊക്കെ തുറന്ന് ഒരാൾ കയറി വരുന്നത്. അത് നമ്മുടെ രാജാവാണ്. രാജാവ് വന്ന ഉടനെ എല്ലാവരും മുട്ടുകുത്തി ഇരിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ആ അഹങ്കാരം കാണിച്ച രണ്ടുപേരില്ലേ, മിനിസ്റ്ററും മോനും, എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും മുട്ടുകുത്തി ഇരിക്കാൻ തുടങ്ങുകയാണ്. രാജാവ് നേരെ ഹീറോയിന്റെ അടുത്ത് ചെല്ലും. ഹീറോയിനെ കാണാനാണല്ലോ ഇവിടം വരെ വന്നത്. ഹീറോയിന്റെ അടുത്ത് നിന്ന് സുഖാണോ മോളൂസ് എന്ന് ചോദിക്കും. ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ രാജാവ്, എവള് പ്രതീക്ഷിച്ചില്ല അവൻ രാജാവാണെന്നുള്ള കാര്യം. അവനോട് ചെയ്ത കാര്യങ്ങളൊക്കെ അവളുടെ മൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ രാജാവിനെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തി ഹീറോയിൻ ഉണ്ടാക്കിയ ഫുഡ് കൊടുക്കുകയാണ്. യവന്മാര് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, ഇനിയിപ്പോ യവന്മാര് കള്ളം പറഞ്ഞാണോ, ഈ ഫുഡ് കൊള്ളത്തില്ലേ കൊള്ളാമോ എന്നൊക്കെ നോക്കാനായിട്ട്. അതിനു മുമ്പ് ഹീറോയിനെ കൊണ്ടുവന്ന് കഴിപ്പിക്കും. കാരണം ഇതിനകത്ത് വിഷം വല്ലതും ഉണ്ടെങ്കിലോ. ഇപ്പോഴും രാജാവിന് ആ പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആദ്യം വന്ന് അതിൽ നിന്നൊരു ബീഫ് എടുത്ത് കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് രാജാവ് കഴിക്കുന്നത്. രാജാവ് കഴിച്ചുടനെ രാജാവിന്റെ കിളിയൊക്കെ പാറും. ബാക്കിൽ നിന്ന് കുറെ പടക്കവും വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മണ്ടയിലോട്ട് പറന്നു. അതിനർത്ഥം ആ ഫുഡ് അത്രയും ടേസ്റ്റ് ആണ്, രാജാവിന് അത്ര ഇഷ്ടപ്പെട്ടെന്നാണ്. ഇങ്ങനൊരു വിഭവം ഇതുവരെ കഴിച്ചിട്ടില്ല, ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കും. അവള് പറഞ്ഞു കൊടുക്കും, അതായത് കൊഞ്ചും ഉണക്കമീനും മഷ്റൂമും എല്ലാം കൂടെ ഇടിച്ചു പൊടിച്ചുണ്ടാക്കിയ ഒരു സാധനമാണെന്ന്. രാജാവിന് ഒരുപാട് ഇഷ്ടപ്പെടും ഈ മീല്. ഹീറോയിനെ പ്രശംസിക്കും, കൊള്ളാന്ന് പറഞ്ഞിട്ട്. ഇത്ര അടിപൊളിയായിട്ട് ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, കുറെ നാളായി ഇത്രയും ടേസ്റ്റോടെ ഭക്ഷണം കഴിച്ചിട്ട്. അവിടെ ഇരുന്ന മിനിസ്റ്ററോടും മോനോട് ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാത്ത കാര്യം, എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന്. അപ്പോഴേ മിനിസ്റ്ററിന്റെ മോൻ തട്ടുമാറ്റും. അതായത് അവന്മാരെ പോലെ വില കുറഞ്ഞ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്, രാജാവിനെ പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടപ്പെടും, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡാണ്, അത്രയും വിലപിടിപ്പുള്ള ഫുഡ് അവരെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞ് നൈസിന് തടിയൂരും. അവിടെ വെച്ച് തന്നെ ഹീറോയിനോട് അവളുടെ പേര് ചോദിക്കും. അവളുടെ പേര് പറയും. എത്ര വയസ്സായെന്ന് ചോദിക്കുമ്പോൾ 27 വയസ്സായെന്ന് പറയും. എന്നാൽ അവളെ കണ്ട അത്രയും പ്രായം തോന്നിക്കത്തില്ല എന്ന് രാജാവ് പറയും. പിന്നെ നീ എവിടെന്നാ വന്ന, നിന്റെ സ്ഥലം എവിടാന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഞാൻ 500 വർഷങ്ങൾക്ക് മുമ്പാണ് വന്നത്, ഞാൻ 500 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യനാണ്, എങ്ങനെ ഇവിടെ വന്ന് പെട്ടു, ഒരു ബുക്ക് കാരണമാണെന്ന്. എന്നാൽ രാജാവ് ഇത് വിശ്വസിക്കത്തില്ല. നിനക്ക് ഭ്രാന്താടി പെണ്ണെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് അവിടെ നിന്ന് പോവാൻ പറയും. അവള് മാറിയിരിക്കും. ഇവള് പറഞ്ഞത് അവൻ വിശ്വസിച്ചില്ലല്ലോ. അതുമാത്രമല്ല, ഇവള് ഭ്രാന്തി ആണെങ്കിലും ഇവൾ ഉണ്ടാക്കുന്ന ഫുഡിനെല്ലാം അത്രയും ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭ്രാന്തി ആണെങ്കിൽ കൂടെ നിർത്താൻ കൊള്ളാന്ന് തീരുമാനിക്കും. പിന്നീട് എന്താ ഉണ്ടാവുക, ഹീറോയിനെ പാലസിലോട്ട് പിടിച്ചോണ്ട് പോകാൻ പറയും. ഇന്ന് കൊണ്ടുപോകത്തില്ല, നാളെ കൊണ്ടുപോകത്തുള്ളൂ. അതിന് മുമ്പ് പൂട്ടി വെക്കണമല്ലോ ഇവൾ ഓടിപ്പോവാതിരിക്കാനായിട്ട്. അതിനുശേഷം റൂമിലിരിക്കുന്ന എല്ലാരോടും ഇറങ്ങി പോകാൻ പറയും. രാജാവിന് വിശ്രമിക്കണം. എന്നാൽ ഗവർണർ മാത്രം ഇറങ്ങി പോകുന്നില്ല. ഗവർണറുടെ ചെറുമോളയല്ലേ അവിടെ പിടിച്ച് കെട്ടിവെച്ചേക്കുന്നത്. ഗവർണറിന് ഇത് കണ്ടു നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഈ ഗവർണർ രാജാവിനോട് നിങ്ങൾക്ക് നാണം ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം ചെറുമോളെ പിടിച്ചു വെച്ചേക്കുന്നോണ്ടല്ലേ. ഈ രാജാവുണ്ടല്ലോ, അതായത് ഹീറോ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല, രാജാവിന്റെ അമ്മേനെ ഉപദ്രവിച്ചിട്ടുള്ള മനുഷ്യനാണ് ഈ ഗവർണർ. ആ വാശിയാണ് കൊച്ചുമോളെടുത്ത് കാണിച്ചത്. എന്നാൽ കൊച്ചുമോളെ ഉപദ്രവിക്കണമെന്ന് രാജാവിന് മനസ്സില്ല. ഹീറോ അന്ന് കുട്ടിക്കാലത്ത് എങ്ങനെയാണോ അവന്റെ അമ്മയെ സഹായിക്കാൻ പറ്റാതെ നോക്കി നിന്നത്, അതുപോലെ തന്നെ കൊച്ചുമോളെ സഹായിക്കാൻ പറ്റാതെ നോക്കി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് രാജാവിനെ. അതുകൊണ്ട് തന്നെ ഗവർണറിനെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കാൻ പറയാണ്. ചെറുമോളെ കൊണ്ടുപോയില്ലേ, അതൊന്നും അറിയാൻ പാടില്ല. ഗവർണർ ഇപ്പം വിചാരിച്ചിരിക്കുന്നത് ചെറുമോളെ എന്തായാലും
എന്തായാലും കൊണ്ടുപോകുമെന്നാണ്. ഹീറോന്റെ അമ്മയെ എന്തിനാ പിടിച്ചോണ്ട് പോയില്ലായിരുന്നോ? അതിൽ മെയിൻ ആയിട്ട് പിടിച്ചോണ്ട് പോകാൻ കൂട്ടുനിന്നത് ഈ ഗവർണറാണ്. ആ വാശി ഇപ്പോഴും ഹീറോന്റെ മനസ്സിലുണ്ട്, അതായത് രാജാവിന്റെ മനസ്സിലുണ്ട്. ഇന്നേരം ഹീറോയിനെയും കൂട്ടുകാരെയും ഒരു കൂട്ടിൽ പൂട്ടിയിട്ടേക്കാണ്. അവരുടെ തലയിലൊക്കെ എന്തോ പലക വെച്ച് കെട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ കൈയും കെട്ടി വെച്ചിട്ടുണ്ട്. അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. ഹീറോയിനോട് കൂട്ടുകാരി നിങ്ങളുടെ സ്ഥലം എവിടാന്ന് ചോദിക്കും. ഹീറോയിൻ പറയും ഞാൻ 500 വർഷങ്ങൾക്ക് മുമ്പാണ് വരുന്നത്, എങ്ങനെ ഇവിടെ ഒന്ന് പെട്ടു, ഒരു ബുക്ക് കാരണമാണ്. ആ ബുക്ക് ഒരു മലമുകളിൽ തൂങ്ങിക്കിടക്കാണ്, നിന്നോട് ഞാൻ എന്റെ കൂടെ വരാൻ പറഞ്ഞില്ലേ, അതെടുക്കാൻ വേണ്ടിയിട്ടാ വരാൻ പറഞ്ഞെന്ന്. ആ പെൺകുട്ടി അത് നിരസിക്കത്തില്ല. ആ പെൺകുട്ടിക്ക് ആദ്യമേ മനസ്സിലായി ഹീറോയിൻ ഇവിടെ നിന്ന് വന്നതല്ലാന്ന്. കാരണം ഹീറോയിനെ കണ്ട സമയത്ത് തന്നെ ഒരു പ്രത്യേകതരം മണം ഉണ്ടായിരുന്നു, അതായത് ഫ്യൂച്ചറിലെ പെർഫ്യൂമാണ്. അതുപോലെ തന്നെ ഇവളുടെ കുക്കിംഗ് സ്കില്ല് ഈ കാലഘട്ടത്തിന് മാച്ച് ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് രാജാവ് പുറത്തു നിൽക്കുമ്പോൾ പിറകിൽ ആരോ നിൽക്കും. പെട്ടെന്ന് തന്നെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ അത് മിനിസ്റ്ററിന്റെ മോനാണ്. ചെറുതായിട്ടൊന്ന് പേടിച്ചുപോയി. മിനിസ്റ്ററിന്റെ മോനും രാജാവും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, കുട്ടിക്കാല സുഹൃത്തുക്കളാണ്. അത് കഴിഞ്ഞ് അമ്മമാര് തമ്മിൽ മറ്റേ വീശറി വെച്ച് അടി ഉണ്ടാക്കും. രണ്ടുപേരും ഒന്നിനൊന്നിന് മിച്ചമാണ്, എന്നാലും രാജാവ് ജയിക്കും. അത് കഴിഞ്ഞ് അവരവിടെ റെസ്റ്റ് എടുക്കുമ്പോൾ രാജാവ് പറയും, അതായത് ഗവർണറിന്റെ മോളെ റിലീസ് ചെയ്തേക്കും, നമുക്ക് ആവശ്യമില്ലാന്ന്. അതിന് കാരണം വേറൊന്നുമല്ല, ഹീറോയിൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു മോശപ്പെട്ട രാജാവുണ്ട്, ആ രാജാവ് എല്ലാ പെൺകുട്ടികളെയും പിടിച്ചോണ്ട് പോകും, അവനെപ്പോലെ ഒരു മോശപ്പെട്ട രാജാവിനെ കണ്ടിട്ടില്ല എന്ന്. രാജാവിന് മനസ്സിലായി രാജാവിനെ പറ്റിയ പറയുന്നതെന്ന്. പക്ഷേ രാജാവിന് ഉറപ്പില്ല അത് രാജാവിനെ പറ്റിയാണോ പറയുന്നതെന്ന്. ഹീറോയിനും അത് ഉറപ്പില്ല, ഏത് രാജാവാണെന്ന് ആർക്കറിയാം. അതുകൊണ്ടാണ് അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് അവൻ ചിന്തിച്ചു, എന്തിനാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണറിന്റെ മോളെയും ബാക്കിയുള്ള കുക്കുകളെയും, പക്ഷെ ഹീറോയിനെയും കൂട്ടുകാരെയും വിടാൻ പാടില്ല, അവർ രണ്ടുപേരും പിടിച്ചു വയ്ക്കാൻ പറയുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാരെയും വിട്ടയക്കാനും പറയും. ഈ നേരം നമ്മുടെ ടീംസ് ഹീറോയിനും കൂട്ടുകാരും അവിടെ ഇരിക്കുമ്പോൾ ഗവർണറിന്റെ മോൻ അങ്ങോട്ട് വരും. ഹീറോയിനോട് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി അവരെ സംതൃപ്തിപ്പെടുത്താൻ പറ്റിയാൽ എന്തോ ഇപ്പൊ പറഞ്ഞ് അവരെ വെറുതെ വിടാന്ന്. അതുകൊണ്ട് തന്നെ ആ വാക്ക് പാലിക്കാനായിട്ട് ഹീറോയിനെയും കൂട്ടുകാരെയും കൂട്ടയച്ചു വിടും. അതുപോലെ തന്നെ ഹീറോയിന് പോവാനായിട്ട് ലൈറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ പോവാൻ നേരത്ത് ഈ വൃത്തികെട്ട നാറി രാജാവിന് അവൻ ചെയ്ത തെറ്റിനെല്ലാം ശിക്ഷ കിട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ രാജാവ് ഒരു പാവമാണെന്ന് അവന്റെ പ്രവൃത്തിയിൽ നമുക്ക് മനസ്സിലായി. പക്ഷെ എന്തൊക്കെയോ കയ്യിലിരിപ്പ് ശരിയല്ല. ഈ വിവരം പെട്ടെന്ന് തന്നെ രാജാവ് അറിയും. രാജാവ് ഉറങ്ങാൻ പോവായിരുന്നു, ജസ്റ്റ് ഒന്ന് കുടിച്ചിട്ടെ, എന്തോ കുടിക്കുന്നത്, അത് കുടിച്ചിട്ട് ഉറങ്ങാൻ പോവായിരുന്നു. അപ്പോഴാണ് ആൾക്കാർ വന്ന് പറഞ്ഞത്, അതായത് ഹീറോയിൻ ഓടി രക്ഷപ്പെട്ടു എന്ന്. എന്തായാലും ഹീറോയിനെ തപ്പി ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഹീറോയിൻ ഈ സമയം കാട്ടിൽ കൂടെ പോവാണ്. ഹീറോയിൻ ആ പെൺകുട്ടിയോട് ചോദിക്കും, അതായത് കൂട്ടുകാരിയോട്, നിന്റെ പേരൻസ് ഒക്കെ എവിടാണ്, അവരുടെ അടുത്ത് നിനക്ക് തിരിച്ചു പോകേണ്ടതെന്ന്. എന്നാൽ ആ പെൺകുട്ടിക്ക് പേരൻസ് ഒന്നുമില്ല. അവളുടെ അച്ഛൻ ഒരു ഗവൺമെന്റ് ഓഫീസർ ആയിരുന്നു, ആ ഓഫീസറിനെ ഇടയ്ക്ക് വെച്ച് കാണാതെ പോയി. അങ്ങനെ ആ ഓഫീസറിനെ തപ്പി കൂട്ടുകാരിയുടെ അമ്മയോടെ ഇറങ്ങി. എന്നാൽ പോകുന്ന സമയത്ത് കുറെ ആൾക്കാർ ആക്രമിച്ച് ഈ പെൺകുട്ടിയുടെ അമ്മ മരിച്ചുപോയി. ഇപ്പൊ ഈ പെൺകുട്ടി അനാഥയാണ്, ഹീറോയിൻ മാത്രമേ കൂടെയുള്ളൂ. ഇത് കേട്ട് പാവം തോന്നിയ ഹീറോയിൻ അവളോട് ചോദിക്കും, എന്നാ പിന്നെ നിനക്ക് എന്റെ കൂടെ വന്നൂടെ, 500 വർഷം കഴിഞ്ഞ കാലത്തിലോട്ട്, അത് അടിപൊളിയായിരിക്കും, നിനക്ക് എന്താവണം എന്ന് ആഗ്രഹിച്ചാലും ആവാൻ പറ്റും. ആ പെൺകുട്ടി അതിന് പറയും, ഞാൻ വരാം, പക്ഷെ എനിക്കൊരു പാചകക്കാരി ആവണമെന്ന്. ഹീറോയിന് പാചകം അറിയാലോ, ഇനി സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് പാചകം പഠിച്ചാൽ പോരെ. പിന്നെ എഡ്യൂക്കേഷൻ നമുക്ക് അല്ലാതെ ഓൺലൈനായിട്ട് എടുക്കാമല്ലോ. എന്തായാലും ഇവരിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ മലമുകളിലാണ് ഹീറോയിന്റെ ഹാൻഡ് ബാഗ് എടുക്കാനായിട്ട്. അതിനകത്ത് ആ ബുക്ക് ഉണ്ട്, ആ ബുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ, എന്നാലേ തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. നേരെ ഇവർ രണ്ടുപേരും കൂടെ ആ മലമുകളിൽ ചെല്ലും. അവിടെ ചെന്ന് ലൈറ്റ് അടിച്ച് നോക്കുന്ന സമയത്ത് ഒന്നും കാണുന്നില്ല, ഇരുട്ടാണ് ഫുള്ള്. ഇങ്ങോട്ടടി എന്ന് പറഞ്ഞ് ഹീറോയിൻ കൂട്ടുകാരിയോട് പറയും. എന്നാൽ കൂട്ടുകാരി എന്തോ കണ്ട് പേടിച്ച് അവിടെ ഇരുന്ന് പോകും. ഹീറോയിൻ എന്താ സംഭവം എന്ന് നോക്കുമ്പോഴാണ് അത് രാജാവാണ്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ ബാക്കിലോട്ട് വീഴാൻ പോകും. രാജാവ് കയറി പെട്ടെന്ന് പിടിക്കും. അതുപോലെ അവളുടെ തലയിൽ എന്തോ ഒരു പൂവിന്റെ കഷ്ണം ഇരിപ്പുണ്ട്. അത് അവൻ പതിയെ എടുക്കാൻ നിൽക്കുമ്പോൾ ഹീറോയിൻ നിലവിളിക്കും, എന്നെ കൊല്ലല്ലേ, ഞാൻ എല്ലാം പറയാം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ ഒരു ബുക്ക് ഇവിടെ കളഞ്ഞു പോയി, അതെടുക്കാൻ വന്നതാ, എന്റെ ഹാൻഡ് ബാഗിലാണ് അതുള്ളത്, അതൊന്ന് എടുത്തു തന്നാൽ മതിയെന്ന്. അവള് പറയുന്നത് സത്യമാണെന്ന് അവൻ അറിയാലോ. ഒരു ഹാൻഡ് ബാഗ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ഫടനെ ഒന്ന് നോക്കും. ആ ഫടൻ പോയി ആ ഹാൻഡ് ബാഗ് അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. അത് അവർ കണ്ടുപിടിക്കും. അതെടുത്തോണ്ട് വന്ന് രാജാവിന്റെ കൊടുക്കും. രാജാവ് ഹീറോയിന് കൊടുക്കുമെന്ന് നോക്കിയാൽ കൊടുക്കില്ല, അതെടുത്ത് താഴോട്ട് വലിച്ചെറിയും, അതായത് ആ കൊക്കയിലോട്ട് വലിച്ചെറിയും. ഹീറോയിൻ ആകെ ദേഷ്യവും ആകെ തിരിച്ചു പോകാനുള്ള വഴിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവനെ കുറെ ചീത്ത പറയും. എത്ര ധൈര്യം ഉണ്ടായിട്ട് രാജാവിനോട് നീ ശബ്ദം ഉയർത്തുന്നെന്ന് രാജാവ് ചോദിക്കും. അപ്പോഴാണ് ഹീറോയിന് ബോധം വന്നത്, ഇത് അവന്റെ കാലഘട്ടമാണ്, അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അയ്യോ സോറി രാജാവേ, എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയും. ആ ബാഗും ബുക്കും എനിക്ക് തിരിച്ചു തരുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാന്ന് ഹീറോയിൻ പറയും. എന്ത് വേണമെങ്കിലും നീ ചെയ്യൂ എന്ന് രാജാവ് ചോദിക്കും. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഹീറോയിനെയും കൂട്ടുകാരെയും കൂട്ടിലാക്കിയിട്ട് കഴുത്തിലൊരു പലകയും വെച്ച് കൈയും കെട്ടി കൊണ്ടുപോവാണ് പാലസിലോട്ട്. എന്തിനാണോ എന്തോ. ഫ്രണ്ടേ തന്നെ ഹീറോയും അതുപോലെ തന്നെ മിനിസ്റ്ററിന്റെ മോനും കുതിരപ്പുറത്ത് പോകുന്നുണ്ട്. മിനിസ്റ്ററിന്റെ മോൻ ചോദിക്കുന്നുണ്ട്, അതായത് ഹീറോയിനെ എന്തിനാണ് കൂടെ കൊണ്ടുപോകുന്നത്, കൊന്നു കളഞ്ഞാൽ പോരെയെന്ന്. എന്നാൽ ഹീറോ പറയും, അതായത് രാജാവ് പറയും, അതിന്റെ ആവശ്യമില്ല, അവള് കുറച്ചുകൂടെ അനുഭവിച്ചിട്ട് വേണം മരിക്കാനെന്ന്. പക്ഷെ അവന്റെ മനസ്സിൽ വേറെയാണ്. എന്തായാലും പോകുന്ന വഴിക്ക് തന്നെ ഈ നാറിയെ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് ഹീറോയിൻ മനസ്സിൽ ചിന്തിച്ചിട്ട് അവനെ കുറെ ചീത്തയും പറഞ്ഞ്, ആരും കേൾക്കാത്ത രീതിയിൽ ചീത്തയും പറഞ്ഞ് വെടിവെക്കുന്ന കണക്ക് കാണിക്കും. അവനും കാണിക്കും തിരിച്ച് വെടിവെക്കുന്ന കണക്ക്. അവനറിയത്തില്ലല്ലോ ഇവരുടെ കാലത്ത് തോക്കില്ലെന്ന് തോന്നുന്നു.
അതുകൊണ്ടായിരിക്കും. ഈ നേരം ഹീറോ കല്യാണം കഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിക്കും ചിലപ്പോൾ, അങ്ങനെയുള്ള ഒരു പെൺകുട്ടി അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് മുറപ്പെണ്ണെന്ന് പറയാം, അതാകുമ്പോൾ എളുപ്പമല്ലേ. ആ പെണ്ണ് അവിടെ ഇരിപ്പുണ്ട്, എന്തോ തബലയോ വീണ എന്തോ വായിക്കുകയാണ്. ഒരു ഗിത്താർ പോലത്തെ ഒരു സംഭവം, എനിക്ക് എന്റെ പേരൊന്നും അറിയത്തില്ല. എന്തായാലും അത് വായിക്കുകയാണ്. അതിന്റെ ഇടയിൽ തന്നെ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. അതായത് ഗ്രാൻഡ് പ്രിൻസ് എന്ന് അറിയപ്പെടുന്ന ഒരാൾ, അയാൾ ആരാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ രാജാവിന്റെ അച്ഛനോ ചേട്ടനോ മറ്റോ ആയിരിക്കും. അയാള് ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഹീറോനെ വളച്ചെടുക്കണം, ഹീറോന്റെ അമ്മ മരിച്ച ആ ദുരൂഹതകളൊന്നും അവൻ പിന്നെ തേടി പോകത്തില്ല. ഇവര് തമ്മിൽ എന്തൊക്കെയോ ഡീലിങ്സ് ഉണ്ട്. ഈ പെൺകുട്ടി ഹീറോനെ നശിപ്പിക്കുമെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. എന്താണോ എന്തോ, ഈ പെൺകുട്ടി അത്ര നല്ല ആളൊന്നും അല്ല. ഇതും ചിന്തിച്ച് ആ ഇൻസ്ട്രുമെന്റ് അങ്ങനെ സ്പീഡിൽ വായിക്കും. ഈ സ്പീഡ് കാരണം അവിടെ കുറച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ആ പെൺകുട്ടികൾ ഇതിന്റെ ഫ്ലോ അനുസരിച്ച് ഡാൻസ് കളിക്കാൻ നോക്കും, എന്നാൽ തെറ്റി തറയിൽ വീഴും. അത്രയും സ്പീഡിലൊക്കെ കളിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ അതിന്റെ സ്ട്രിങ് പൊട്ടിപ്പോവും, ആ വള്ളിയില്ലേ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികളോടും പുറത്തിറങ്ങി പോകാൻ പറയും. പിന്നെ വേറൊരു അടിയാൾ അങ്ങോട്ട് കയറി വരും, ഒരു പെൺകുട്ടിയായിട്ടുള്ള അടിയാള്. അവരെ വിളിച്ചിട്ട് രാജാവ് എപ്പോഴാണ് വരുന്നത്, ഗവർണറിന്റെ കൊച്ചുമോളെ കൊണ്ടുവരുമെന്ന് ചോദിക്കും. അവളെ കൊണ്ടുവന്നാൽ അവളെ ഞാൻ നരകം കാണിക്കും, ഇവിടെ ഇട്ട് ഞാൻ അവളെ നശിപ്പിക്കും. അതായത് ഈ പെൺകുട്ടിക്ക് ഒരു ഈഗോ ഉണ്ട്. ഈ പെൺകുട്ടിയെക്കാട്ടി നല്ല കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വല്ലതും വന്നാൽ അവരെ ഉപദ്രവിക്കണം ഈ പെൺകുട്ടിക്ക്. ഇനിയിപ്പോ രാജാവിനെ അടിച്ചു മാറ്റിയാലോ, അതുകൊണ്ട് തന്നെ ആ പേടിയിലാണ് അങ്ങനെ പെരുമാറുന്നത്. അങ്ങനെ നമ്മുടെ ടീംസ് എല്ലാരും കൂടെ ഒരു ഗ്രാമത്തിൽ വരും. അവിടെ വേറെ കുറെ കുട്ടികൾ നമ്മുടെ ഹീറോയിനെ കൂട്ടുകാരെയും കല്ലെറിയും. ഹീറോയിൻ അതിനെയൊക്കെ ചീത്ത പറഞ്ഞ് ഓട്ടിക്കും. എന്നിട്ട് അവള് മനസ്സിൽ ചിന്തിക്കും, എന്താണെന്നറിയാമോ, ഹീറോയിനെ കാട്ടി ഒരുപാട് പ്രായം മൂത്ത ആൾക്കാരാണ്, 500 വയസ്സ് മൂത്ത ആൾക്കാരാണ് ഇങ്ങനെ പെരുമാറുന്നത്. അവരെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഹീറോയിൻ ഒരുപാട് പ്രായം കുറവാണ്, എന്നാൽ കാണുമ്പോൾ 27 വയസ്സുണ്ട്. മനസ്സിലായോ? ആ പിള്ളേരെല്ലാം പോയതിനു ശേഷം രാജാവ് വന്ന് പറയും, എന്റെ ഒരു വസ്തുവിനെ ആരും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. അതായത് ഹീറോയിന് ഒരു വസ്തുവായിട്ട് അങ്ങ് അംഗീകരിച്ചു, രാജാവിന്റെ വസ്തുവായിട്ട്. പിന്നീട് ഇവരെല്ലാരും കൂടെ കൊട്ടാരത്തിൽ ചെല്ലും. ഹീറോയിൻ ആദ്യമായിട്ടാണ് ഈ കൊട്ടാരം നേരിട്ട് കാണുന്നത്. ഇവൾക്ക് ഇപ്പം വിശ്വാസമായി തുടങ്ങി, ഇവള് ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലോട്ട് വന്നെന്ന്. അവിടെ ചെല്ലുമ്പോൾ ഹീറോനെ കാണാനായിട്ട്, രാജാവിനെ കാണാനായിട്ട് ആ പെൺകുട്ടി അങ്ങോട്ട് വരും, അതായത് മുറപ്പെണ്ണ് വന്നിട്ട് ഹീറോനെ കെട്ടിപ്പിടിക്കും. ഹീറോനെ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ പദവിക്ക് വേണ്ടിയായിരിക്കണം, അധികാരത്തിന് വേണ്ടിയായിരിക്കണം. രാജാവ്, ഞാൻ നിനക്ക് വേണ്ടി ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് ഈ കൂട് കാണിച്ചു കൊടുക്കും. അതിനകത്ത് ഹീറോയിനും കൂട്ടുകാരി ആണല്ലോ. എന്നാൽ ഈ പെൺകുട്ടിക്ക് ഹീറോയിനെ കണ്ടത് ഇഷ്ടപ്പെട്ടില്ല. ഈ പെൺകുട്ടിയെക്കാട്ടി ലുക്ക് ഉണ്ടോ എന്നുള്ള ഒരു ഈഗോ ആ പെൺകുട്ടിക്ക് വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഹീറോ ആ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് ഹീറോയിന്റെ മുഖത്ത് പിടിക്കും, ഞാൻ എപ്പം വിളിച്ചാലും നീ എന്റെ അടുത്തോട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. ആ പെൺകുട്ടിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ കാണിച്ചത്. ഹീറോയിനുള്ള പണി അവൾ കൊടുക്കും. രാജാവിനിട്ട് പണി കൊടുക്കാൻ പറ്റൂലല്ലോ, തല വെട്ടിക്കളയും. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ബൈ.